നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തി. കല്ലാമൂല സ്വദേശി ഗഫൂറിനെയാണ് ഇന്ന് പുലർച്ചെ കടുവ പിടികൂടിയത്. അടയ്ക്കാക്കുണ്ട് രാവുത്തൻ മലയ്ക്ക് മുകൾ ഭാഗത്ത് ഗഫൂറും സുഹൃത്ത് സമദം ചേർന്ന് ടാപ്പിംഗിനെത്തിയപ്പോഴാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ആക്രമണം നടന്നത്. പ്രകോപിതരായ നാട്ടുകാർ മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ പ്രതിഷേധിച്ചു. കടുവയുടെ സാന്നിധ്യം നേരത്തെ വനം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിയെടുത്തില്ലെന്നും ആരോപിച്ച് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവച്ചു. പ്രേക്ഷകർക്ക് കാണാം നാട്ടുകാരുടെ പ്രതിഷേധം. AK അഭിലാഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും ഒടുവിലായി നമുക്ക് നഷ്ടപ്പെട്ടത് ഗഫൂർ. ഇത് എത്രയോ തവണയായി നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിൽ മരണങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമില്ലേ എന്നുള്ളത് ഈ അത്രത്തോളം ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഗഫൂറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ആ പ്രദേശവാസികൾ നേരിട്ട് പറയുന്നു, അവർ ഇതിനു മുൻപും വനംവകുപ്പിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിഷയം പരിഹാരമുണ്ടായില്ല എന്ന്. എന്താണ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ച ഈ വിഷയത്തിൽ? എന്താണ് നാട്ടുകാരുടെ പ്രതിഷേധം? അത് ഇന്ന് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇന്നുണ്ടായത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ നിരന്തരം പരാതിപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കാൽപ്പാടുകളടക്കം വനവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല. പിന്നീട് ഈ സ്ഥലം MLA കൂടെ AP അനിൽകുമാർ തന്നെ നിയമസഭയിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി, വനവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അന്ന് നിയമസഭയ്ക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പോലും വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീടും നിരവധി തവണ ഇവിടെയുള്ള പല ആടുകളെയും, ഇവിടെയുള്ള നാട്ടുകാർ പറയുന്ന 25ഓളം ആടുകളെയും അതോടൊപ്പം തന്നെ അവർ വളർത്തുന്ന മറ്റ് ജീവികളെയും ഒക്കെ ഈ കടുവ കടിച്ചു കൊണ്ടുപോയി, പുലിയടക്കമുള്ള മറ്റ് വന്യജീവികൾ കടിച്ചു കൊണ്ടുപോയി എന്നാണ്. പക്ഷേ അപ്പോൾ പോലും യാതൊരു നടപടി ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ടാപ്പിങ്ങിനെത്തിയ 2 പേരിൽ ഒരാളെ, ഈ ഗഫൂർ എന്ന് പറയുന്ന ആളെ ഈ കടുവ പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് ഏതാണ്ട് 300 മീറ്ററോളം ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത്.